ഞങ്ങളുടെ ഡിവോഴ്സിന് ശേഷം ഒരു പ്രാവശ്യം പോലും ഒരു മെസ്സേജ് അയക്കുകയോ എനിക്കൊരു ഇമെയിൽ വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മകൾ അവന്തികയെ തന്നെ കാണിക്കാതെ അമൃത പിടിച്ചുവച്ചിരിക്കുകയാണെന്നും തനിക്കെതിരെ പോക്സോ കേസ് നൽകിയെന്നുമുള്ള ബാലയുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി അമൃത സുരേഷ് എത്തിയിരിക്കുകയാണ്. തന്റെ അഭിഭാഷകർക്കൊപ്പം വീഡിയോയിലൂടെയാണ് അമൃതയുടെ പ്രതികരണം. അമൃത പങ്കുവച്ച വീഡിയോ ഗോപി സുന്ദറും പങ്കുവച്ചിട്ടുണ്ട്. അഭിമാന നിമിഷം, സത്യസന്ധമായ ന്യൂ ഇയർ എന്നു പറഞ്ഞാണ് ഗോപി സുന്ദർ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത്. വിവാഹമോചനത്തിന്റെ സമയത്ത് താനും ബാലയും ഒപ്പിട്ട നിബന്ധനകളടക്കം പുറത്തുവിട്ടുകൊണ്ടായിരുന്നു താരത്തിന്റെ പ്രതികരണം. ഇരുവരുടെയും പരസ്പര ധാരണയോടെയാണ് വിവാഹമോചനം നടത്തിയതെന്നും യാതൊരു രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും തേജോവധം ചെയ്യുന്നതായി ഒന്നും ചെയ്യില്ലെന്നായിരുന്നു കരാർ. ഇതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ബാല ഇത്രയും വർഷമായി സോഷ്യൽ മീഡിയയിലൂടെ പല ആരോപണങ്ങളും അമൃതയ്ക്കെതിരെ നടത്തുന്നതെന്നാണ് അഭിഭാഷകർ പറയുന്നത്. കുട്ടിയെ പലപ്പോഴും കാണിക്കുന്നില്ലെന്ന ബാലയുടെ ആരോപണത്തിന് കുട്ടിയുടെ കസ്റ്റഡി 18 വയസ്സുവരെ അമൃത സുരേഷിനാണ്. എല്ലാ മാസവും 2ാം ശനിയാഴ്ച മാത്രമാണ് ബാലയ്ക്ക് മകളെ കാണാൻ അവകാശമുള്ളത്. കുടുംബ കോടതിയിൽ വച്ചാണ് ഈ കൂടിക്കാഴ്ച നടക്കേണ്ടത്. കൂടിക്കാഴ്ചയ്ക്കായി നേരത്തെ അമൃതയെ ബാല അറിയിക്കുകയും ചെയ്യണം. ബാല പറഞ്ഞതുപോലെ ക്രിസ്തുമസിനോ ഓണത്തിനോ കാണാനുള്ള നിയമമൊന്നുമില്ല, അഭിഭാഷകർ പറയുന്നു. 2ാം ശനിയാഴ്ച 10 മണി മുതൽ 3 മണി വരെയാണ് ബാലയ്ക്ക് മകളെ കാണാനുള്ള സമയം. ഇത് പ്രകാരം ആദ്യത്തെ 2ാം ശനിയാഴ്ച അമൃത മകൾക്കൊപ്പം കോടതിയിലെത്തിയിരുന്നു. എന്നാൽ ബാല വന്നില്ല. അങ്ങനെ ബാല വരാതിരുന്നാൽ ആ മാസം കുട്ടിയെ കാണിക്കേണ്ടതില്ലെന്നാണ് നിബന്ധന. അടുത്ത മാസം കാണണമെങ്കിൽ നേരത്തെ ഫോണിൽ വിളിക്കുകയോ മെയിൽ അയക്കുകയോ ചെയ്യണം. അല്ലാത്തപക്ഷം അമൃത കുട്ടിയെ കൊണ്ടുചെല്ലേണ്ടതില്ലെന്നും നിബന്ധനയിൽ പറയുന്നു. വിവാഹമോചനത്തിന് ശേഷം ഒരു തവണ പോലും മകളെ കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കുകയോ മെയിൽ അയക്കുകയോ ചെയ്തിട്ടില്ല. സോഷ്യൽ മീഡിയയിലൂടെ മകളെ കാണിക്കുന്നില്ലെന്ന് പറയുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്നെ തേജോവധം ചെയ്യാനും ഞാൻ കുട്ടിയെ പിടിച്ചു വച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് പരത്താൻ വേണ്ടി മാത്രമുള്ള വാർത്തയാണ്. അല്ലാതെ മോളെ പിടിച്ചു വച്ചിട്ടില്ല. ഈ നിമിഷം വരെ നിയമം പറയുന്നതേ ചെയ്തിട്ടുള്ളൂ. ഇതുവരെ നിയമം തെറ്റിച്ചിട്ടില്ല എന്ന് അമൃത വ്യക്തമാക്കി. 25 ലക്ഷം രൂപയാണ് അമൃതയ്ക്ക് നഷ്ടപരിഹാരം കൊടുത്തത്. കൂടാതെ മകളുടെ പേരിൽ 15 ലക്ഷത്തിന് ഇൻഷുറൻസ് പോളിസിയുമുണ്ട്. അച്ഛനെന്ന് വലിയ വായിൽ വിളിച്ചു പറയുന്ന ആൾ വിദ്യാഭ്യാസം തുടങ്ങിയുള്ള കാര്യങ്ങളിലൊന്നും ഒരു പൈസ പോലും മകൾക്ക് വേണ്ടി ചെലവാക്കിയില്ലെന്നാണ് നിബന്ധനയിൽ പറയുന്നത്. പോക്സോ കേസ് കൊടുത്തുവെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കേസ് കൊടുത്തിട്ടില്ല. ഗുരുതര ആരോപണം ഉന്നയിച്ചത് അമൃതയെ തേജോവധം ചെയ്യാനാണെന്നും അഭിഭാഷകർ പറയുന്നു. പോക്സോ പ്രകാരം കേസ് ഉണ്ടെങ്കിൽ പോലീസ് റിമാൻഡ് ചെയ്യേണ്ടതാണ്. അത് സംഭവിച്ചിട്ടില്ലെന്നും അമൃത വ്യക്തമാക്കി. അവന്തികയുടെ ഒരേ ഒരു രക്ഷിതാവായി അമൃതയെ നിശ്ചയിക്കുന്നതിൽ ബാലയ്ക്ക് യാതൊരു എതിർപ്പില്ലെന്നും നിബന്ധനയിൽ പറയുന്നുണ്ട്. എല്ലാ രേഖകളിലും ബാല തന്നെയായിരിക്കും മകളുടെ അച്ഛൻ. അത് പ്രകാരം എല്ലാ രേഖകളിലും ഇപ്പോഴും ബാല തന്നെയാണ് കുട്ടിയുടെ അച്ഛൻ. കുട്ടിയുടെ പെർമനന്റ് കസ്റ്റഡി അമൃതയ്ക്കാണ്. എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് അമൃതയാണ്. അതിലൊന്നും ഇടപെടില്ലെന്നും ബാല നിബന്ധനയിൽ പറയുന്നുണ്ട്. ഇതിനൊക്കെ പുറമെയാണ് ബാല ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും അഭിഭാഷകർ പറയുന്നു. ഇനി ആരെങ്കിലും അമൃതയുടെ വ്യക്തിജീവിതത്തിൽ കയറി ആരോപണങ്ങൾ ഉന്നയിച്ചാൽ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശം അമൃത തങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്നും അഭിഭാഷകർ പറയുന്നു.